അരുൺ, കഴിഞ്ഞ ദിവസമാണ് ഏറെ വൈകി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിദ്ദിഖിന്റെ പ്രതികരണം വന്നത്. അന്ന് അദ്ദേഹം നിവൃത്തിയില്ലാതെ പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാരുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു. പക്ഷേ ആദ്യം സ്ഥാനമൊഴിഞ്ഞു പോകേണ്ടി വരുന്നത് ആ ജനറൽ സെക്രട്ടറിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ ഞങ്ങളെ സംബന്ധിച്ച് പുതിയ അറിവാണ്. അതായത് ലൈംഗിക അതിക്രമം, ലൈംഗിക അധിക്ഷേപം, കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പുതിയ അറിവാണെന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ആ സമാനമായ ആരോപണത്തിൽ തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖ് വീണ്ടിരിക്കുന്നത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ആരോപണം വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. രാവിലെ നമ്മൾ സിദ്ദിഖുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ മോഹൻലാലുമായിട്ട് സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം വിളിക്കാം എന്ന് പറഞ്ഞു. അതിന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹത്തിൻ്റെ രാജി സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. വളരെ രാവിലെ തന്നെ ഇക്കാര്യത്തിലൊരു കൂടിയാലോചന അമ്മയുടെ നേതൃത്വത്തിൽ ഉണ്ടായി. എക്സിക്യൂട്ടീവ് വിളിച്ചു, ഓൺലൈനിൽ എക്സിക്യൂട്ടീവ് ചേർന്നു. ആ എക്സിക്യൂട്ടീവിലാണ് സിദ്ദിഖ് തൻ്റെ രാജിസന്നദ്ധത അറിയിച്ചത്. ആ രാജിസന്നദ്ധത മറ്റുള്ളവർ പ്രസിഡന്റ് മോഹൻലാലും അംഗീകരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ പ്രസിഡന്റിന് ഈ രാജിക്കത്ത് കൈമാറുകയാണ് ഉണ്ടായിരിക്കുന്നത്. തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അക്കാര്യത്തിൽ പിന്നീട് പറയാം, അല്ലെങ്കിൽ പിന്നീട് വിശദീകരിക്കാം എന്നുള്ളതാണ് നിലവിൽ സിദ്ദിഖ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണം. ഈ അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ആരോപണം ഉന്നയിച്ച യുവനടിക്കെതിരെ സിദ്ദിഖ് ഏതെങ്കിലും നിയമ നടപടിക്ക് പോകുമോ എന്നുള്ളതാണ്. ഇത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ആദ്യമായിട്ടല്ല പോലീസും ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്നും കൂടി അറിയേണ്ടതുണ്ട്. ഞാൻ അരുൺ ശങ്കറിലേക്ക് വരാം. അനന്തകൃഷ്ണൻ കൂടി നമുക്കിപ്പം തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ അരുൺ ശങ്കർ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ ഒരു ഭാഗം, ഇനി എന്ത്, വാട്ട് നെക്സ്റ്റ് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ രണ്ടുപേരും രാജിവെച്ചിരിക്കുന്നു, സ്വയം സ്ഥാനമൊഴിയുന്നു. പക്ഷെ അവിടെ തീരുന്നില്ലല്ലോ. ഗുരുതരമായ ആരോപണങ്ങളാണ് രണ്ടുപേർക്കെതിരെയും. നോക്കൂ, ഈ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് അവിടെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരു താരം നമ്മുടെ നാടിനെ വിശ്വസിച്ച്, നമ്മുടെ നാട്ടിലെ സിനിമാ മേഖലയെ വിശ്വസിച്ച് അതിൽ അഭിനയിക്കാൻ വരുമ്പോൾ അത്രയും മോശമായ അനുഭവം നേരിട്ടാണ് അവർ നമ്മുടെ കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോയത്. ഗുരുതരമായ ആരോപണമാണ്. അതിൽ നടപടി വേണ്ടതല്ലേ? ആര്യ, രാജിയോടെ അവസാനിക്കുന്നില്ല രണ്ടുപേരുടെയും കാര്യത്തിലുള്ള ആരോപണങ്ങൾ. കാരണം ഈ രാജി ഒരു സാങ്കേതികം മാത്രമാണ്. അവരവരുടെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു. ഇനി നടക്കേണ്ടത് അന്വേഷണമാണ്. ഗുരുതരമായ കുറ്റകൃത്യം ഇരുവരുടെയും ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത പോലീസിനുണ്ട്. അങ്ങനെ ഒരു ബാധ്യതയിലേക്ക് പോലീസിനെ എത്തിക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ ഈ രണ്ടുപേർക്കുമെതിരെ ഇനി എന്ത് നിയമ നടപടിയാണ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് നിലവിൽ അവർക്ക് മുന്നിലുള്ളത് മൂന്നാം കക്ഷികളുടെ, അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ പരാതികളാണ്. ആ പരാതികളിൽ FIR ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്, പോലീസ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു പരാതിയിൽ FIR ഇട്ട് മുന്നോട്ട് പോയാൽ ആര് മൊഴി നൽകും? നിലവിൽ ഈ പരാതി നൽകിയിരിക്കുന്നവരുടെ ഹിയർസേ വെച്ച് മൊഴിയെടുത്ത് FIR ഇട്ടാൽ പിന്നീട് ഈ പരാതി ഉന്നയിച്ചവർ സഹകരിച്ചില്ലെങ്കിൽ ആരെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? പിന്നീട് പോലീസിന്റെ മുന്നിൽ നിങ്ങളെന്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെയുള്ള ചോദ്യം വരും എന്നുള്ള സാങ്കേതികമായ കാരണങ്ങളാണ് പോലീസ് തലപ്പത്ത് നിന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. സ്ത്രീ സൗഹൃദ, സ്ത്രീ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്ന ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഈ ഇടതുമുന്നണി സർക്കാർ ഇതിനകത്ത് എന്ത് നിയമ നടപടികളിലേക്കാണ് പോകുന്നത്? നിയമ നടപടി ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കും. കാരണം ഗുരുതരമായ രണ്ട് പരാതികൾ, അത് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞ രണ്ട് താരങ്ങൾ, രണ്ട് സ്ത്രീകളുണ്ട്, രണ്ട് അഭിനേത്രികളുണ്ട്. അവരുടെ ആ പരാതിയിൽ സംസ്ഥാനത്തെ സർക്കാർ എന്ത് ചെയ്യണം എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.